അപ്പോൾ എല്ലാ സ്റ്റുഡൻസും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പാർട്ട് ടൈം അവൈലബിൾ ആണോ, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ജോബ്സ് ആണ്. അങ്ങനെ ഒരു സ്റ്റുഡൻസിന്റെ കൺസേണിൽ വരുന്നത്, അല്ലെങ്കിൽ പാരന്റ്സിന്റെ കൺസേൺ, ലോണൊക്കെ എടുത്ത് പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ എപ്പോഴും ആ ഒരു സംഭവം ഉണ്ട്, പാർട്ട് ടൈം ജോബിന്റെ എങ്ങനെയാണ്. ഇപ്പോൾ ഇവിടുന്ന് പറയുമ്പോൾ നമ്മൾ പറയും 80 hours വർക്ക് ചെയ്യാം. 80 hours എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാൽക്കുലേഷൻ ചെയ്യില്ലാരും. 80 hours × 14 euro, ഏറ്റവും മിനിമം വേജ് 1000 എബവ് വരും. 1 lakh സേവ് ചെയ്യാം. റിയാലിറ്റി എന്താണ്? നമുക്ക് പാർട്ട് ടൈമിൻ്റെ കാര്യം വരികയാണെങ്കിൽ പാർട്ട് ടൈം നമുക്ക് 80 മണിക്കൂറാണ് സർക്കാർ അവിടെ അനുവദിക്കുന്നത്. പക്ഷേ 80 കിട്ടാനൊക്കെ കുറച്ച് നല്ലോണം മെനക്കെടണം. നോർമലായിട്ട് അവിടെ നമുക്ക് വിത്ത് കോഴ്സ് അല്ലെങ്കിൽ വിത്ത് സബ്ജക്റ്റ് പോകുമ്പം 60 to 70 നോർമലായിട്ട് കിട്ടാറ്. പിന്നെ ഈ പറയുന്ന പേയ്മെൻറ്റിൻ്റെ കാര്യം, ഇപ്പം ചില ടെക്നിക്കൽ ജോബ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ബേസിനെക്കാട്ടി കൂടുതൽ കിട്ടും. അല്ലാത്ത ബേസ് ആണെങ്കിൽ ഇപ്പോൾ 80 മണിക്കൂറൊക്കെ ആകുമ്പോഴാണ് ഈ പറയുന്ന എമൗണ്ടൊക്കെ നമുക്ക് വരുള്ളൂ. പാർട്ട് ടൈം ജോബ് നമ്മൾ എടുക്കുന്ന സെലക്ഷനും ശ്രദ്ധിക്കണം, അതിൻ്റെ ഒരു ഡെപ്ത് നമ്മൾ നോക്കണം. ലാംഗ്വേജ് വലിയൊരു ലാംഗ്വേജ്, അതെ, ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടും. ഈ ജോബ് പ്രൊവൈഡ് ചെയ്യുന്ന ചില സ്ഥലത്ത് പോകുമ്പോൾ അവർ ഫസ്റ്റ് ചോദിക്കുക ലാംഗ്വേജ് ഉണ്ടോ, സർട്ടിഫിക്കേഷൻ ചോദിക്കില്ല. അവർ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ, കമ്മ്യൂണിക്കേഷൻ പറ്റുമെന്ന് പറയുകയാണെങ്കിൽ അവർ അതിനനുസരിച്ച് ജോബ് കിട്ടും. ഇപ്പോൾ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്ക് കോമ്പറ്റീഷനിൽ കുറച്ച് പിടിച്ചെടുക്കാൻ പറ്റും, പെട്ടെന്ന് ജോലി കിട്ടാനും പറ്റും. അതേപോലെയാണ് ഡ്രൈവിംഗ് ലൈസൻസും. പക്ഷെ അത് പിന്നെ അവിടെ പോയിട്ടൊക്കെ എടുക്കാൻ പറ്റുള്ളൂ, എക്സ്പെൻസീവ് ആണ്. ഈ പേയ്മെൻറ്റിൻ്റെ കാര്യം നമുക്ക് 1000 euro കിട്ടുന്നുള്ളത് ശരിയാണ്. നമുക്ക് 80 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ 1000 euro കിട്ടും. പക്ഷേ 1000 euro ഒരു 600 to 700 നമ്മുടെ അവിടെ എക്സ്പെൻസ് തന്നെ വരും. 1000 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ 1000 ആണ്, 1 lakh അടുത്ത് വന്നു. കൺവേർഷനൊക്കെ നോക്കുമ്പോഴേ പക്ഷെ നമ്മൾ അവിടുത്തെ എക്സ്പെൻസ് കൂടി കഴിഞ്ഞിട്ട് നോക്കുന്ന എമൗണ്ട് നമുക്ക് കയ്യിലുണ്ടാവുള്ളൂ.